ഫ്രൂട്ട്സും വെജിറ്റബിളും കൊണ്ട് തയ്യാറാക്കിയ കിടിലൻ രുചിയിലുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് നാളെ കൊടുക്കാനുള്ള ഒരു ഓർഡർ കൂടിയാണ്. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിളും കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് പച്ചമുന്തിരി, വേവിച്ച പപ്പായ, ക്യാരറ്റ്, പച്ചമാങ്ങ എല്ലാമാണ് എടുത്തിരിക്കുന്നത്. അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 250 ഗ്രാം വെളുത്തുള്ളി തൊലി പൊളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് 100 ഗ്രാം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഒരു 6 പച്ചമുളക് പൊടിയായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 250 ഗ്രാം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിയുടെ പച്ചമണം പോകുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണം പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളവും 50 ml വിനാഗിരിയും കൂടി തിളപ്പിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ തിളച്ച് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പച്ചമുന്തിരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആ മുന്തിരി ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാവും. ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. പപ്പായയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിടിലൻ രുചിയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്